ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സിനിമ ഭൂത് ബംഗ്ല, ഒരു ഹിന്ദി മൂവിയാണ്. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മോശം റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു സിനിമ ബോറാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ചിലർക്കത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് ഇത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ സ്വന്തം മലയാളി ഡയറക്ടർ പ്രിയദർശൻ സാറാണ്. സാർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു വൺസ് ഇൻ എ ലൈഫ് ടൈം. ബട്ട് വൺസ് ഇൻ എ വൈൽ, സോറി, ലൈഫ് ടൈമില്ല. പക്ഷേ സാർ ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല. അതായത് ഒരു തട്ടിക്കൂട്ട് സിനിമ, അതായത് നൊസ്റ്റാൾജിയയുടെ പേരിലായിരിക്കും സാറ് പണ്ട് ചെയ്ത കുറച്ച് ഹിന്ദി കോമഡി സിനിമയിൽ പരേഷ് റാവൽ, അക്ഷയ് കുമാർ ഇവരെയൊക്കെ കൊണ്ടുവന്ന് സാർ ഒരു നൊസ്റ്റാൾജി പോലെ. ദിലീപിൻ്റെ നായിക വെട്ടത്തിലെ ഓർമ്മയുണ്ടോ? ആ പെൺകുട്ടീനെയും കൊണ്ടുവന്ന് ഒരു കാര്യമില്ലാത്തൊരു റോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സിനിമ ഉണ്ടാക്കുക, അതിൽ ലോജിക്കില്ല, കഥയില്ല, ഒന്നുമില്ല, ഗ്രാഫിക്കും ആനിമേഷനൊക്കെ നല്ല ബോറാണ്. ശരിക്കും ഒരു കുട്ടികളുടെ പടം. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ട് ചിരിച്ച കുറേ കോമഡികളില്ലേ, അത് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിലോട്ടാക്കി. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഗീതാഞ്ജലിയിൽ ഒരു സീനുണ്ട്, മോഹൻലാലിൻ്റെ ചെരുപ്പിൽ ചാണകം എന്തോ ആയിട്ട് ആളത് കഴുകുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന ഇന്നസെൻറ്റിന് അത് വേറെ എന്തോ ആയിട്ട് തോന്നും. ഇന്നസെൻറ്റും അങ്ങനെയാണ്, അതെന്തോ ഒരു ഇഷ്യൂ. പിന്നെ അതുപോരാതെ വേറെ പണ്ടത്തെ ശ്രീനിവാസൻ്റെ ഒരു പടമുണ്ട്, എൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിലൊരു പാട്ട് എനിക്കറിയാം, കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും, ആ ഒരു പാട്ട്. അതിൽ സിനിമയിൽ ഇന്നസെൻറ്റ് ലളിതയായിട്ട് KPSC ലളിതയായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരത്തിനിടയിൽ എന്നിട്ട് ഞാൻ ലളിതേനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നൊരു, അതൊക്കെ അന്ന് നല്ല കോമഡിയായിരുന്നു അവർ ചെയ്തപ്പോൾ. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എന്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തു? അതും ഇവിടെ അക്ഷയ് കുമാർ ഉൾപ്പെടെയുള്ളവർ കോമഡി ബോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദേ ക്യാൻ നോട്ട് ആക്ട് എന്ന രീതിയിൽ തോന്നിപ്പോയി. എന്തിനിങ്ങനെ ചെയ്യുന്നു സാറേ, പ്രിയദർശൻ സാറിന് പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പരം സുന്ദരിയിൽ ജാൻവി കപൂർ എന്ത് വേഷം കെട്ടാ കാണിച്ചത്, കേരളത്തിലെ പെൺപിള്ളേർ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ റോസ്റ്റ് ചെയ്തു. പുള്ളിക്കാരി അഭിനയം എന്ന പേരിൽ എന്താ ശരീരം കൊണ്ട് കാണിച്ച ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റോസ്റ്റ് ചെയ്തു. അപ്പോൾ സാറിനെ പോലെയുള്ള ഒരാൾ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്? മലയാളികൾ ഞങ്ങളുടെ അന്നത്തെ ക്ലാസ് കോമഡിയൊക്കെ ഇവർക്ക് കൊടുത്ത് തറയാക്കി കളഞ്ഞില്ലേ? ഹിന്ദിയിൽ റീമേക്ക് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ മണിച്ചിത്രത്താഴിനെ ഭൂൽഭുലയായിട്ട് വന്നു, ഭൂൽഭുലയ 2 ഇറങ്ങി, 3 ഇറങ്ങി, അതെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഭൂത് ബംഗ്ല കണ്ടപ്പോൾ, എസ്പെഷ്യലി യു എന്ന് കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഓർത്തു, ഓക്കെ, സംതിങ് ടു സീ. ബട്ട് ദിസ് വാസ് വെരി വെരി ഡിസപ്പോയിൻറ്റിങ്. നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവണമെങ്കിൽ ഈ സിനിമ കണ്ടോ. ഇതിൽ തമാശകളൊക്കെ നിങ്ങൾക്ക് എവിടെയോ ഏതൊക്കെയോ പല പല സിനിമകളിൽ കണ്ടു മറന്ന തമാശകളല്ലേ എന്ന് തോന്നും. യെസ്, ഇറ്റ്സ് ട്രൂ. ഭൂത് ബംഗ്ല, നെറ്റ്ഫ്ലിക്സ് കാണണ്ട.